ഹായ് ഹലോ ഡിയേഴ്സ്. പിന്നെ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1.5 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് മാറ്റാം. ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ. ബീഫ് വേവിക്കുമ്പോഴേ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് കുക്കറിലേക്ക് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് ശേഷം ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവാള അരിയുവാണേ. സവാള അങ്ങനെ മൊത്തം അരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വെളുത്തുള്ളിയും ഞാൻ പൊളിച്ചായിരുന്നു. വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി എടുത്തു. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതക്കാൻ വേണ്ടി കല്ലിലേക്ക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി പിന്നെ ഒരു 3 പച്ചമുളക് കൂടി എടുക്കുന്നുണ്ട് ഞാൻ ചതക്കാൻ വേണ്ടി. നന്നായിട്ട് ചതച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി നമുക്ക് ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് വാട്ടാം. മൊത്തം സവാള അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതുമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതാണ് അങ്ങനെ ഒരു ഇത് വന്നത്. നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ ലൈറ്റിൻ്റെ ചെറിയൊരു ഷാഡോയുടെ പ്രശ്നമുണ്ട്. ലൈറ്റിൻ്റെ ഇതുകൊണ്ടേ ചെറിയൊരു ഷാഡോയുടെ പ്രശ്നമുണ്ട്. മൂടി വെച്ച് നമുക്ക് ഈ സവാള വാട്ടാമേ. നല്ലപോലെ ഈ ഒരു പാകമൊക്കെ ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 തണ്ട് വേപ്പില അത്ര എടുക്കുന്നുണ്ട് ഞാൻ. അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് അതും കൂടി നന്നായിട്ട് വഴറ്റാം. നന്നായിട്ട് അങ്ങനെ വഴറ്റി കഴിയുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പം മൂടി വയ്ക്കുകയൊന്നും വേണ്ട. നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം ഈ ഒരു പാകമൊക്കെ വരുമ്പോൾ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നല്ലപോലെ നമുക്ക് മിക്സാക്കി വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഏകദേശം കുറച്ചിട്ട് വേണേൽ ചെയ്യാൻ. കരിഞ്ഞു പോകരുത്, അടി പിടിക്കുകയും ചെയ്യരുത്. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഏകദേശം ഈ ഒരു കളർ ആയി വരുന്നവരെ നമുക്ക് അത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ഇറച്ചിയുടെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ ഞാൻ വേവിച്ച ബീഫാണ്. എന്തോരം വെള്ളമൊന്നും ഒറ്റിക്കുക അല്ലേ ഇപ്പോൾ. ഇനി നമുക്ക് ഈ ബീഫ് സവാള വാട്ടിയതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി നമുക്കത് പറ്റിച്ച് റോസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അവിടെ ഏകദേശം ഈ ഒരു പാകത്തിന് നമുക്ക് ബീഫ് കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ഇടണേ. എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണേ. പുറത്ത് നല്ല മഴയുണ്ട്, മഴയുടെ ഒച്ചയായിട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് ഏകദേശം ഇത് ഈ ഒരു പാകമൊക്കെ എത്തുമ്പോൾ ഏകദേശം നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടില്ലേ? എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള നേരത്തെ അരിഞ്ഞ് വെച്ചേക്കണേ. ഒരു പകുതി സവാളയോളം മതിയാവും. ആ സവാളയും പിന്നെ വേപ്പില, ഒരു 2 തണ്ട് വേപ്പില കൂടി ഞാൻ എടുക്കുന്നുണ്ട്. വേപ്പിലില്ലാത്ത പരിപാടിയില്ല നമുക്കല്ലേ. പിന്നെ കുറച്ച് മല്ലിച്ചീര എല്ലാം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു ടേസ്റ്റിന് വേണ്ടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കണേ. അതാണ് ഞാൻ ഇതിൻ്റെ സീക്രട്ട്. 10 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, നോക്കിയപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.